ബ്രെഡും ചിക്കനും വെച്ച് ഒരു കിടുകാച്ച സ്നാക്സ് അങ്ങ് ഉണ്ടാക്കിയാലോ. ഒട്ടും എണ്ണയില്ലാണ്ടും അതുപോലെ നല്ല ടേസ്റ്റുമായിട്ടുള്ള ഈ ഒരു സ്നാക്സ് നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അപ്പം വെൽക്കം ബാക്ക് അവർ ചാനൽ സുലൂസ് വേൾഡ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നമുക്കൊരു പാനിലേക്ക് അത് 2 ടേബിൾ സ്പൂൺ വരെ ഓയിലങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതങ്ങ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുന്ന ടൈമിന് ഇതിലേക്ക് 2 പച്ചമുളക് പൊടിപൊടിയായിട്ട് അരിഞ്ഞത് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സവാള പൊടിപൊടിയായിട്ട് അരിഞ്ഞത് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് ഒന്ന് വഴണ്ടി വരുന്ന ആ ഒരു ടൈമിന് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അധികം ഗോൾഡൻ കളറൊന്നും ആവേണ്ട, ഒന്ന് നന്നായി വഴണ്ടി വന്നാൽ മതി കേട്ടോ. അതിലേക്ക് നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയിട്ട് വേവിച്ചെടുത്തിട്ട് നമ്മൾ ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു 100 ഗ്രാം ചിക്കനാണ് ഉണ്ടായിട്ടുള്ളത്. അതും കൂടി ഇട്ടെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പോരെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പോരെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പോരെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം നമുക്ക് മാറ്റിയെടുക്കാം അല്ലേ. അപ്പോൾ ഇതൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ ചിക്കൻ മസാല പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നേരത്തെ ഇടേണ്ടതാണ്, എനിക്കതൊന്ന് മറന്നുപോയി, അപ്പോഴാണ് ഞാൻ ലാസ്റ്റ് ഇടുന്നത് കേട്ടോ. അതും കൂടി ഒന്ന് ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ചെറിയ തക്കാളി പൊടിയായിട്ട് വരുന്നത് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം തക്കാളി അധികം വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കടിക്കുന്ന ആ ഒരു പരുവം മതി കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം മല്ലിച്ചപ്പലയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. കാരണം എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടില്ല, കരിവേപ്പില മാത്രം ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടി 2 മുട്ടയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 2 മുട്ട എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് പോരെ പാലങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിന് മുമ്പിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതും കൂടി ഇട്ടെടുത്തതിന് ശേഷം നമുക്കൊരു 3/4 കപ്പ് പോരെ പാലങ്ങ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ടി ബ്രെഡ് എടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് കുറച്ച് നെയ്യങ്ങ് തടവി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ഈ ഒരു പാലും മുട്ടയുള്ള ആ ഒരു കൂട്ടിലേക്ക് ഇതുപോലെ മുക്കിയിട്ട് നമ്മുടെ ഈ ഒരു പാനിലേക്ക് ഇതുപോലെ നിരത്തി കൊടുക്കുക. സൈഡൊക്കെ കുറച്ച് പൊന്തിയിട്ട് വേണം ഇങ്ങനെ നമ്മുടെ ഈ ഒരു ബ്രെഡ് ഇതുപോലെ നിരത്തി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഫില്ല് ചെയ്യുന്ന ടൈമിന് അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ മസാലയൊക്കെ സൈഡിലേക്കൊക്കെ പോയി കാണാൻ അത്ര വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ മൊത്തമായിട്ട് ഇതുപോലെ നിരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ട് നമ്മളെ മസാല അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മസാല ഇതിലേക്ക് നിരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3/4 ഭാഗം ഇതിലേക്ക് നിരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണമാക്കിയിട്ടുള്ള ഒരു ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള മസാലയും കൂടി ഫുള്ളായിട്ട് അങ്ങ് ഇട്ടിട്ട് നിരത്തി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മുടെ ആ ഒരു ബ്രെഡിൻ്റെ ആ ഒരു കട്ട് ചെയ്യുന്ന ടൈമിന് കുറച്ചും കൂടി നല്ല മസാല ആയിട്ട് കാണും. അപ്പോൾ ഇല്ലെങ്കിൽ അത്ര കട്ടിയായിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ ഇത് മൊത്തമായിട്ട് അങ്ങ് നിരത്തി കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്കി ബ്രെഡില്ലേ അത് നമുക്ക് നമ്മുടെ പാലും മുട്ടയില്ല ആ ഒരു കൂട്ടിലേക്ക് ഇതുപോലെ മുക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മുടെ ഈ ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് മൊത്തമായിട്ട് ഇതിൽ കവർ ചെയ്തിട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. അതിന് വേണ്ടി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അടിയിൽ ഞാനൊരു പഴയ പാനങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലെയിം അങ്ങ് കുറച്ച് കൊടുത്തിട്ട് ചെറിയ തീയിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്കത് അടിഭാഗം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മറിച്ചിട്ടിട്ട് മറ്റേ നമ്മുടെ ഈ മുകൾ ഭാഗവും കൂടി ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ മറ്റേ ഭാഗം മറിച്ചിട്ടിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. ഈ ഒരു ഇഫ്താറിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്നോട് പറയണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ഇൻഷാ അല്ലാഹ്.